ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണുവിനോടും ശാലിനിയോടും അവിടുത്തെ കാട്ടുമൂപ്പൻ വന്നിട്ട് ചോദിക്കുന്നു, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വന്നതാണോ അതേന്ന് വിഷ്ണു പറയുമ്പോൾ, എങ്കിൽ നിങ്ങൾ അനുവാദം ചോദിച്ചോ? അനുവാദമോ? ആരോട് ചോദിക്കണം? കാട്ടുദൈവങ്ങളുടെ അനുവാദം വേണം. അവര് നിങ്ങൾക്കായി ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുന്ന ഈ കാഴ്ചകൾ നിലനിൽക്കുന്നത് അവരുടെ കരുതൽ കൊണ്ടാണ്. അതുകൊണ്ടൊരു പ്രതിഫലം നിങ്ങൾ അവർക്ക് കൊടുത്തേ പറ്റൂ. ദാണ്ടെ അവിടെ നിങ്ങളൊരു കാണിക്ക ഇട്ടിട്ട് പോ. നിങ്ങളുടെ യാത്ര സുഖകരമായിരിക്കുകയും ചെയ്യും. ഒരു പെറ്റമ്മയെ പോലെ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യും. അവിടെ എന്തൊക്കെയോ മലദൈവങ്ങളെ വെച്ചിരിക്കുവാണെന്ന് തോന്നുന്നു. കുങ്കുമവും ചന്ദനവും ഒക്കെ പൂശി ഇങ്ങനെ വെച്ചിരിക്കുവാണ്. അത് കേട്ടിട്ട് വിഷ്ണു പറയുക, അതെ, ഞങ്ങളെ സംരക്ഷിക്കാനൊക്കെ ഞങ്ങൾക്കറിയാം. അതിന് ഇതുപോലെ തട്ടിപ്പു ദൈവങ്ങളുടെ ഒന്നും കാര്യം ഞങ്ങൾക്കില്ല. എന്തോ ഒരു ദുസൂചന പോലെ ആ കാട്ടുമൂപ്പന് തോന്നുന്നുണ്ട്. അദ്ദേഹം പറയുവാണ്, കുട്ടികളെയും കൊണ്ട് പോകുന്നതല്ലേ, നിങ്ങൾ എന്തായാലും അവിടെ കയറി ഒന്ന് തൊഴുതിട്ട് പോകും. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഓരോ തട്ടിപ്പും കൊണ്ട് ഇറങ്ങിക്കോളും. മക്കളെ കയറി കയറി, എളുപ്പം പോ, ഞങ്ങൾക്ക് വേറെ ഒരുപാട് സ്ഥലത്തൊക്കെ പോകാനുള്ളതാ. അത് കേൾക്കുമ്പോൾ ശാലിനിക്കൊരു വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ശാലിനി പറയുക, വിഷ്ണുവേട്ടാ, നമുക്ക് അവിടെ നിന്ന് കയറി തൊഴുതിട്ട് പോകാം. ശാലിനി, താനുമാണോ ഇങ്ങനൊക്കെ പറയുന്നത്? എടോ, ഇത് വെറും തട്ടിപ്പാണെന്ന്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, വാ മക്കളെ കേറ്, താനും കേറ് എന്നും പറഞ്ഞ് എല്ലാരെയും വിഷ്ണു കാറിൽ കയറ്റുവാണ്. കാട്ടുമൂപ്പൻ അവരെ തന്നെ നോക്കി നിൽക്കുവാണ്. ശാലിനി ഇങ്ങനെ കാറിലോട്ട് കയറാൻ പോകുമ്പോൾ ആ മൂപ്പൻ പറയുന്നുണ്ട്, ഒന്ന് വണങ്ങിയിട്ട് പോകുന്നതല്ലേ നല്ലത്. അങ്ങനെ ആ കാട്ടുമൂപ്പന്റെ വാക്കിന് ഒരു വിലയും കൊടുക്കാതെ അവരെല്ലാരും ഇങ്ങനെ കാറിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആ സന്യാസി അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ ഒരു ശുദ്ധിയുണ്ട്, ഒരു നെറിയുണ്ട്, അത് നിന്ദിച്ചിട്ട് പോകരുത്. കാട്ടുദൈവങ്ങളെ ധിക്കരിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ഈ പോക്ക് ആപത്തിലേക്കാണ്, വലിയ ആപത്തിലേക്ക്. ഇങ്ങനെ ആ ശബ്ദം മുഴങ്ങി കേൾക്കുവാണ്. ശാലിനി ആകെ മൂഡൌട്ടിലാണ്. ശാലിനി വിഷ്ണുവിനോട് പറയുന്നു, വിഷ്ണുവേട്ടാ, എന്തെങ്കിലും കാണിക്കിട്ടിട്ട് പോകുന്നതല്ലേ നല്ലത്. എടോ ശാലിനി, ഇതൊക്കെ വെറും തട്ടിപ്പാണ്, ഇതൊന്നും വിശ്വസിക്കരുത്. ശാരദാമ്മ തന്നെ നിറയെ പൂജയും വഴിപാടും ഒക്കെ നടത്തുന്നുണ്ടല്ലോ, അതൊക്കെ ധാരാളം മതി. ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് സത്യം പപ്പിയും ചോദിക്കുന്നു. അച്ഛാ, ഇനി എത്ര ദൂരമുണ്ട്? നമ്മൾ എത്താറായി മക്കളെ? രജിസ്റ്റർ ഓഫീസിലോട്ട് അനൂപും നൂർജഹാനും അവന്റെ ഫ്രണ്ടെല്ലാം കൂടെ ഇങ്ങോട്ട് ഓടി വരുവാണ്. സമയം ഒരുപാടായി പോയല്ലോ. അവരെ കാത്തുനിന്ന് അവരുടെ ഫ്രണ്ട്സുകൾ ചോദിക്കുന്നു, ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. നൂർജഹാൻ ആകെ പേടിച്ചു നിൽക്കുവാണ്. അനൂപ് ചോദിക്കുന്നു, എന്തു പറ്റി നൂറെ? ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ഉന്മേഷമൊന്നും കാണുന്നില്ലല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആരെങ്കിലും തിരക്കി വരുമെന്നുള്ള ടെൻഷനാണോ? അവരുടെ ഫ്രണ്ട്സ് അവിടെ നിന്ന് പറയുക, എന്ത് ടെൻഷൻ ഉണ്ടായാലും കുറച്ചു നേരത്തേക്ക് അതൊക്കെ ഒന്ന് മാറ്റിവേ. നിങ്ങളുടെ സുന്ദരമായ നിമിഷങ്ങളാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. അവരോട് അരുൺ ചോദിക്കുന്നു, എടാ, മാലയൊന്നുമില്ലേ? എങ്ങനെങ്കിലും പെട്ടെന്ന് കാര്യം നടത്താൻ നോക്ക്. എന്നാലൊരു കാര്യം ചെയ്യാം, പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു ഫോട്ടോ ഇടാൻ കൊടുക്കാം. എടാ, മിണ്ടാതിരിക്കടാ, എല്ലാം സെറ്റായിട്ട് വെച്ചിരിക്കുക. നിങ്ങൾ വരാൻ താമസതേ ഉള്ളൂ പ്രശ്നം. എല്ലാരും കൂടെ അകത്തോട്ട് പോകാനായിട്ട് നോക്കുമ്പോൾ പ്യൂൺ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, അല്ല, ഇതെല്ലാരോടും എങ്ങോട്ട് കയറി പോവുക? അവിടെ സമയമായിട്ടില്ല, 1-2 രജിസ്ട്രേഷൻ കൂടെ നടക്കാനുണ്ട്. അത് കേൾക്കുമ്പോഴേ നൂർജഹാന് വെപ്രാളവായി. ദൈവമേ, നസീറിക്കായും ബാപ്പയും കൂടെ തിരക്കി ഇങ്ങോട്ടെങ്ങനെ വന്നാലോ? അനൂപിന് ദേഷ്യം വരുവാണ്. എന്നിട്ടാണോ ചേട്ടാ ഇത്രയും ധൃതി പിടിപ്പിച്ച് ഞങ്ങളെ ഓടിച്ചത്? അതെ, കല്യാണം എന്ന് പറഞ്ഞാലേ ഓട്ടവാ, പിന്നെ കല്യാണം നടത്താനുള്ള ഓട്ടം, അത് കഴിഞ്ഞാലോ പിന്നെ ജീവിക്കാനുള്ള ഓട്ടം. ആ ഓട്ടത്തിലെ ഒപ്പത്തിനൊപ്പം ഓടി എത്തുമ്പോഴാണ് യഥാർത്ഥ ജീവിതം എന്താണെന്ന് നിങ്ങൾ അറിയുന്നത്. അരുൺ പറയാ, അയ്യോ ചേട്ടാ, ഇവരെ ഇപ്പോഴേ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാതെ. എപ്പോഴും ഒരു പേടിയിരിക്കുന്ന നല്ലതാ കുഞ്ഞെ. ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾ വരുമ്പോഴേ അതൊക്കെ ഇവർക്ക് ഗുണം ചെയ്യും. നിങ്ങളിവിടെ നിൽക്ക്, സമയമാകുമ്പോ ഞാൻ വിളിക്കാം. വിഷ്ണു കാർ ഓടിച്ച് ക്ഷീണിച്ചത് കൊണ്ടായിരിക്കും ശാലിനി വാങ്ങിച്ചിപ്പോ കാർ ഓടിക്കുവാണ്. മക്കള് പറയുന്നത്, കൊള്ളാലോ അച്ഛാ, അമ്മ ഡ്രൈവിംഗിൽ എക്സ്പെർട്ടാണല്ലോ. മക്കളെ, നിങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, നിങ്ങൾ കുറച്ചു നേരം ഉറങ്ങിക്കോ. അവിടെ എത്താറാകുമ്പോ ഞങ്ങൾ വിളിക്കാം. ഉറങ്ങാനോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കാട്ടാനയൊക്കെ ഒന്ന് കാണട്ടെ ഞങ്ങള്. അയ്യോ എന്റെ മക്കളെ, കാട്ടാനെ കാണുകയേ ചെയ്യാവുള്ളേ. കാട്ടാനെ വണ്ടിക്കകത്ത് കയറ്റണമെന്നൊന്നും പറയല്ലേ. നൂർജഹാൻ ആണെങ്കിൽ ഫോൺ വീട്ടിൽ വെച്ച് മറന്നിട്ടാണ് പോയിരിക്കുന്നത്. ആ ഫോണിലോട്ടൊരു കോള് വരുന്നുണ്ട്. എന്റെ പടച്ചോനെ, ഇവളീ ഫോണിവിടെ വെച്ചിട്ടാണോ പോയത് എന്നും പറഞ്ഞ് നമ്മുടെ സുബൈദ ഓടി വന്ന് ഫോൺ എടുക്കുവാണ്. ആ സമയത്ത് നസീർ അങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് സുബൈദ ഫോൺ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഏതൊരു കസ്റ്റമർ കെയറിന്നാ. അത് വിശ്വാസമല്ലഞ്ഞിട്ട് അവൻ ആ ഫോൺ പെട്ടെന്ന് പിടിച്ചു വാങ്ങി നോക്കുവാണ്. അപ്പോൾ അതിനകത്ത് അനൂപ് അവൾക്കിട്ട മെസ്സേജ് ഉണ്ട്. അവൻ കാത്തു നിൽക്കുന്നെന്നും 9 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ വരണമെന്നും മാരേജിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. നസീറാണെങ്കിൽ ബാപ്പാ ബാപ്പാന്നും കടന്ന് അലറുവാണ്. നൂർജഹാനെ എന്നും പറഞ്ഞ് അവളുടെ മുറിയിലും പോയി നോക്കുക. അപ്പോൾ അവളെ കാണുന്നില്ല. ആ സമയത്ത് നസീറിന്റെ ബാപ്പ ഇങ്ങോട്ട് വന്നിട്ട് സുബൈദയുടെ കവിളത്തൊരു ഒറ്റടി
നീ അറിയാതെ അവൾ എങ്ങോട്ടും പോവില്ലടി. എടാ നസീറെ, അവൾ എവിടെ പോയാലും അവളെ പൊക്കണം. ഈ കുടുംബം തകർത്ത് അവളെ ഇനി ജീവനോടെ വെക്കണ്ട. സുബൈദ കരഞ്ഞോണ്ട് നസീറിനോട് പറയാ, മോനെ നസീറെ ഒന്ന് നിൽക്ക്. ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിച്ച് നിക്കാഹ് കഴിച്ചാൽ എങ്ങനെയാ മോനെ ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടുന്നത്? വിവാഹം കഴിച്ചാൽ മാത്രം പോരല്ലോ, ഒന്നിച്ച് ജീവിക്കണ്ടേ? ഒരു കുടുംബജീവിതത്തിന് ആദ്യം വേണ്ടതേ മനപ്പൊരുത്തവാ. നസീറിന്റെ ബാപ്പ കലിതുള്ളി നിൽക്കുക. എടാ നസീറെ, ഇവിടെ മതപ്രസംഗം നോക്കാതെ നീ പോയി അവളെ നോക്കടാ. ഏത് ദുനിയായി പോയി ഒളിച്ചാലും അവളെയും പോക്കണം, അവനെയും പോക്കണം. കയ്യിൽ കിട്ടിയ കയ്യും കാലും തല്ലിയോട് ചിവിടണം. ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ. അവളെ കൊണ്ടുപോയി അവനെ നിന്റെ കയ്യിൽ കിട്ടിയാല ഇനി ഒരിക്കലും അവളുടെ നിഴൽവട്ടത്ത് പോലും അവൻ വരാൻ പറ്റാത്ത രീതിയിൽ അവനെ ആക്കണം. അവനെ എങ്ങനെ ആക്കണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട ബാപ്പേ, ഇന്ന് അവന്റെ മയ്യത്ത് ഞാൻ അവളെ കൊണ്ട് തീറ്റിക്കും. എങ്കിൽ വാടാ എന്നും പറഞ്ഞ് കലിതുള്ളി ബാപ്പയും മോനുടെ കാറെടുത്ത് പോവുകയാണ്. സുബൈദ പടച്ചോനേന്ന് വിളിച്ച് കരഞ്ഞോണ്ട് നിൽക്കുവാണ്. നൂർജഹാൻ പേടിച്ച് ടെൻഷന് നിൽക്കുവാണ്. അവിടെ കൂട്ടുകാരികൾ ചോദിക്കുന്നു, കുറച്ച് വെള്ളം തരട്ടെ. ലോകത്തുള്ള സകല പ്രശ്നങ്ങളും തലയിൽ കയറ്റി വെച്ചുള്ള നിപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കാമെന്ന്. നൂർജഹാൻ അവരോട് പറയുക, നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. അനൂപ് ചോദിക്കുന്നു, എന്തിനാ നൂറെ നീ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? എന്ത് പ്രശ്നം വന്നാലും നിന്നോടൊപ്പം ഞാനില്ലേ നൂറെ? അവരുടെ കൂട്ടുകാരും പറയുന്നു, അനൂപ് പറഞ്ഞ് ശരിയല്ലേ നൂറെ? നിന്നോടൊപ്പം അനൂപുള്ളപ്പോൾ നീ എന്തിനാ വിഷമിക്കുന്നത്? അകത്തുനിന്ന് അപ്പോൾ പ്യൂൺ വന്നിട്ട് ചോദിക്കുന്നു, സാക്ഷികളായിട്ട് 3 പേര് വന്നിട്ടുണ്ടോ? 3 അല്ല, എത്ര പേരെ വേണേലും ഞങ്ങൾ തരാം. എന്നാൽ വേഗം ചെക്കനും പെണ്ണും സാക്ഷികളും ഒക്കെ അകത്തോട്ട് കയറിക്കോ. അങ്ങനെ എളുപ്പം അവരകത്തോട്ട് കയറി പോവുകയാണ്. നൂർജഹാൻ പേടിച്ചിട്ട് അനൂപിന്റെ കൈക്ക് കയറി പിടിക്കുന്നു. അനൂപ് ചോദിക്കുന്നു, എന്തിനാ നൂറെ നീ ഇങ്ങനെ പേടിക്കുന്നു? രണ്ടുപേരും ഓരോ ഒപ്പിടണം, അത്രേ ഉള്ളു. അവരെന്തെങ്കിലും ചോദിക്കുവോ അനൂപെ? ആ ചോദിക്കും. PSCക്ക് വരുന്ന 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവളുടെ കൂട്ടുകാരികൾ പറയുക, കിന്നാരമൊക്കെ ഇനി കല്യാണം കഴിഞ്ഞിട്ടൊക്കെ മതി. രണ്ടുപേരും ഐശ്വര്യമായിട്ട് വലതുകാൽ വെച്ച് അകത്തോട്ടൊന്ന് കയറിക്കേ. അകത്തോട്ട് ചെന്നപ്പോൾ ആ രജിസ്ട്രാർ അവരെ നോക്കുവാണ്. പ്യൂൺ പറയുന്നത്, സാറേ ഇവരാണ് ചെറുക്കനും പെണ്ണും. അപ്പോൾ നീ അനൂപും ഇത് നൂർജഹാനും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്വന്തം ഇഷ്ടത്താലല്ലേ ഈ രജിസ്റ്റർ വിവാഹത്തിന് സമ്മതിച്ചു വന്നിരിക്കുന്നത്? അതോ ആരുടെയെങ്കിലും ഭീഷണിയാലോ പ്രേരണയാലോ വന്നതാണോ? നൂർജഹാൻ പറയുന്നു, അല്ല. എന്നാൽ ഒപ്പിട്ടോളൂ എന്നും പറഞ്ഞ നൂർജഹാന്റെ അനൂപിന്റെ അടുത്തോട്ട് രജിസ്റ്റർ ബുക്ക് കൊടുക്കുമ്പോൾ നൂർജഹാൻ ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുവാണ്. അവിടെ ബാപ്പയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്ന പോലൊക്കെ അവൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടെ വന്ന സാക്ഷികളായ കൂട്ടുകാരും ഒപ്പിട്ട് അതിനുശേഷം കൂട്ടുകാരിൽ കൊണ്ടുവന്ന പൂമാല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അണിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നസീറിന്റെ കൂട്ടുകാര് ആ പിയൂണിനെ ഫോൺ ചെയ്ത് ഇവരെക്കുറിച്ച് അന്വേഷിക്കുവാണ്. പിയൂൺ പറയുന്നു, അവരുണ്ടല്ലോ, അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുകയും ചെയ്തു. പെട്ടെന്ന് ആ പിയൂൺ അവരോട് വന്ന് പറയുന്നു, ഈ പെങ്കൊച്ചിന്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് വിട്ടോ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴപ്പമാവും. അത് കേട്ടതും നൂർജഹാൻ അങ്ങ് വെപ്രാളമായി. അയ്യോ അനൂപേ, ഇനി എന്ത് ചെയ്യും? അയ്യോ വീട്ടിലോട്ട് ഇനി എങ്ങനെ പോവും എന്ന് ചോദിക്കുമ്പോൾ അനൂപും വിഷമിക്കുവാണ്. കൂട്ടുകാർ ചോദിക്കുന്നു, എന്താടാ കുഴപ്പമാവോ? ആ കുഴപ്പമാവും. രജിസ്റ്റർ മാരേജ് നടത്തിയിട്ട് നൂർജഹാനെ വീട്ടിൽ കൊണ്ടാക്കാന്നല്ലായിരുന്നോ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്? ഞാനിനി വീട്ടിലോട്ട് ചെന്നാൽ എന്നെ കൊല്ലുന്നതിന് തുല്യവാ അനൂപേ. പിയൂൺ പറയുക, ഇനി നിങ്ങളിവിടെ തർക്കിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്ക് പിള്ളേരെ. ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ട്. മക്കളെ, നിങ്ങളുള്ള സ്നേഹം കൊണ്ട് പറയുക, എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെട്ടോ. എന്തായാലും നിങ്ങളെ അവരുടെ കയ്യിൽ കിട്ടിയാൽ അവർ നിങ്ങളെ ഒരിക്കലും വെറുതെ വിടില്ല. അപ്പൊ അരുൺ പറയുന്നു, സംഭവം ഇവളുടെ വീട്ടിൽ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവരെ തന്നെ വിട്ടാൽ പറ്റില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും ഇവരെ ഉടനെ മാറ്റണം. അങ്ങനെ അവർ ഫ്രണ്ട്സുകൾ തമ്മിൽ വണ്ടിയുടെ കീ മാറ്റി പെട്ടെന്ന് നൂർജഹാനെയും അനൂപിനെയും കൊണ്ട് കാറിൽ പോവുകയാണ്. കാറിലിരുന്ന് സങ്കടത്തോടെ നൂർജഹാൻ ചോദിക്കുന്നുണ്ട്, അനൂപേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നൂറെ, നീ സമാധാനപ്പെടും, നമുക്കിതിന് വഴിയുണ്ടാക്കാം. രജിസ്റ്റർ ഓഫീസിലെ വർക്കെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ആ രജിസ്ട്രാർ ഇങ്ങനെ പുറത്തോട്ട് വരുവാണ്. ആ സമയത്ത് നസീറും ബാപ്പയും അവൻ്റെ കൂട്ടുകാർ ഗുണ്ടകളും എല്ലാവരും അങ്ങോട്ട് ഓടി വരുവാണ്. നസീറിന്റെ ബാപ്പ ഓടി വന്ന് ആ രജിസ്ട്രാറോട് ചോദിക്കുന്നു, ഇവിടെ ഇപ്പോൾ വിവാഹം നടന്നായിരുന്നോ? പെണ്ണിന്റെ പേര് നൂർജഹാനും ചെറുക്കന്റെ പേര് അനൂപ്. പെട്ടെന്ന് അയാൾ പറഞ്ഞു, നടന്നിരുന്നു. അത് കേട്ടതും നസീർ ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുവാണ്. രജിസ്ട്രാർ പറയുന്നു, അവര് കല്യാണം കഴിഞ്ഞു പോയല്ലോ. നസീറിന്റെ ബാപ്പ ദേഷ്യം കൊണ്ട് വിറച്ചിട്ട് നസീറിനോട് പറയുക, നസീറെ, അവനും അവളും ഈ ജില്ല വിട്ടു പോകരുത്. രണ്ടിനെ നീ പൊക്കണം.
രണ്ടിനെയും ഞാൻ പൊക്കും പാപ്പ. ജീവനോടെ കിട്ടിയില്ലെങ്കിൽ കൊന്നിട്ടായാലും ഞാൻ കൊണ്ടുവന്നിരിക്കും. വാടാ പോകാം എന്നും പറഞ്ഞ് നസീറും ഗുണ്ടകളും കൂടെ വണ്ടിയെടുത്ത് പോവാണ്. പാവം ആ രജിസ്ട്രാർ ഇങ്ങനെ ഭയന്ന് നിൽക്കുവാണ്. ദൈവമേ, ആ പിള്ളേരെ ഇവന്മാരുടെ കൈ കിട്ടിയ കൊന്നുകളയുമല്ലോ എന്ന് പേടിച്ചിങ്ങനെ അദ്ദേഹം നിൽക്കുവാണ്. ശാലിനിയും വിഷ്ണുവും മക്കളും ഒക്കെ യാത്രാക്ഷീണം കൊണ്ടായിരിക്കും ഒരു ടെൻ്റൊക്കെ അവർ അടിക്കുന്നുണ്ട് അവിടെ. വിഷ്ണു പറയുക, അങ്ങനെ എന്തായാലും ടെൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞ്. സത്യം പറയുന്ന ഞാനും പപ്പിയും അതിനകത്ത് കിടക്കാൻ പോകുന്നത്. ശാലിനി പറയുക, അത് കൊള്ളാമല്ലോ, അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ കിടക്കാം. പപ്പി മോള് പറയുക, കുട്ടികൾക്കാ മുൻഗണന കേട്ടോ. വിഷ്ണു പറയുക, ശാലിനി തൻ്റെ കളക്ടർ പദവിയൊന്നും ഇവിടെ ചെലവാകില്ല, ഇതേ പുതിയ യുഗവാ. ഇതുങ്ങളുടെ രണ്ടിൻ്റെ സ്വഭാവം അനുസരിച്ച് മിക്കവാറും നമ്മൾ ഈ പാറപ്പുറത്തോ ചെടിയിലിടയ്ക്കോ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. പിന്നെ ഇവിടെ കാട്ടാനേ ഉള്ളതുകൊണ്ട് മറ്റ് മൃഗങ്ങളെ ഒന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞത് കേട്ട് ശാലിനി അങ്ങ് പേടിച്ചു പോയി. അയ്യോ വിഷ്ണുവേട്ടാ, സത്യമാണോ പറയുന്നേ? ഇവിടെ കാട്ടാനയുണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണുവും ശാലിനിയും ആ ടെൻ്റൊക്കെ അടിച്ചിങ്ങനെ സന്തോഷത്തോടെ കിടക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു പറഞ്ഞതുപോലെ കാട്ടാന എങ്ങനെ ഇനി അവിടെ വരുമോ? ആ കാട്ടുമൂപ്പൻ പ്രത്യേകം പറഞ്ഞതാണ് അവിടെ എന്തെങ്കിലും ഒരു വഴിപാട് നടത്തിച്ച് വേണം പോകേണ്ടത്, അല്ലെങ്കിൽ വലിയ ആപത്തുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ്. ഇനി എന്ത് വലിയ ആപത്താണോ ഇവർക്ക് വരാൻ പോകുന്നത് എന്നൊന്നും അറിയില്ല. നൂർജഹാനെയും അനൂപിനെയും നസീറും ബാപ്പയും കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെയൊക്കെ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.